Bitcoin was actually breaking out 34,700 and 26,40,000, but eventually അതൊരു weak breakout ആയി മാറിയിരിക്കുകയാണ് and Bitcoin is actually bearish on daily. So if the bear signal comes, നമ്മളെല്ലാവരും prepared ആയിട്ടും alert ആയിട്ടും ഇരിക്കേണ്ട സമയമാണ്. But the alt season is around the corner. It is gonna be very interesting roller coaster journey for the next 6 to 8 months. So ഇനി വരാൻ പോകുന്ന 6, 8, 10 മാസത്തിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോയുടെ വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ this video will help you. We are the fastest growing Malayalam cryptocurrency community in South India. മലയാളത്തിൽ ഡെയിലി ക്രിപ്റ്റോ അപ്ഡേറ്റ്സ്, ന്യൂസ്, ചാർട്ട് അനാലിസിസ്, പ്രൈസ് പ്രൊഡിക്ഷൻ ലഭിക്കുന്ന ദ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ. സൺഡേ സ്പെഷ്യൽ ലൈവ് സ്ട്രീം, എമർജൻസി ലൈവ് അപ്ഡേറ്റ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ടേൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ ബെൽ. തികച്ചും സൗജന്യമായ ക്രിപ്റ്റോയ്ക്കായി ചെക്ക് ഔട്ട് ദ ഡിസ്ക്രിപ്ഷൻ. ലെറ്റ്സ് ലേൺ ആൻഡ് ഏൺ ടുഗദർ. യൂഷ്വലി എല്ലാ 4 വർഷവും ബിറ്റ്കോയിൻ സൈക്കിൾ വരുന്ന ഹാൾവിംഗ് ബിറ്റ്കോയിനെ പുതിയൊരു ഓൾ ടൈം ഹൈയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇറ്റ് വിൽ ബ്രേക്ക് ഔട്ട് ദ ലാസ്റ്റ് ഓൾ ടൈം ഹൈ ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് എ ന്യൂ ഓൾ ടൈം ഹൈ ആൻഡ് ദിസ് വിൽ നോട്ട് ഹാപ്പൻ റൈറ്റ് ആഫ്റ്റർ ദ ഹാൾവിംഗ്. 2020 ഹാൾവിംഗ് സംഭവിക്കുന്നത് ഏകദേശം മെയ് മാസത്തിലാണ്. മെയ് മാസത്തിൽ ഹാൾവിംഗിന് ശേഷം ബിറ്റ്കോയിന്റെ പ്രൈസിൽ ഒരു മേജർ ഹൈക്ക് സംഭവിക്കുന്നത് 2020 നവംബറിലാണ്. ആ ഒരു ഫ്യൂ മന്ത്സ് ഓഫ് ഗ്യാപ്പിൽ ബിറ്റ്കോയിന്റെ പ്രൈസ് വളരെ പതുക്കെ പിക്കപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ആൻഡ് ദിസ് ഇസ് എ റിയാലിറ്റി വിത്ത് അതർ സിറ്റുവേഷൻസ് ടു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഹാഷ് റേറ്റിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഹാഷ് റേറ്റിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇടിവ് ഒരിക്കലും ബിറ്റ്കോയിനെ ഒരു ഷോർട്ട് റണ്ണിൽ എഫക്ട് ചെയ്യണമെന്നില്ല, ബട്ട് ദിസ് വിൽ എഫക്ട് ബിറ്റ്കോയിൻ ഇൻ എ ലോങ് റൺ. ഹാഷ് റേറ്റിൽ ഉണ്ടാകുന്ന ഇടിവോട് കൂടിയിട്ട് ബിറ്റ്കോയിന്റെ പ്രൈസിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ബിറ്റ്കോയിന്റെ നെറ്റ്വർക്ക് വീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇഫ് യു ഡോണ്ട് നോ വാട്ട് ഇസ് ഹാഷ് റേറ്റ്, check out the video in the I button. So when we enter the bull run, we will see Bitcoin is pumping, altcoin is pumping. Bitcoin rallyയും altcoin rallyയും connected ആണ്. We can actually make good money in the bull run. അല്ലേ, നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, സെൽ ചെയ്യാൻ പറ്റും, ബൈ ചെയ്യാൻ പറ്റും, നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 300 മുതൽ 500 ദിവസം വരെ കണ്ടിന്യൂ ചെയ്യുന്ന ബിറ്റ്കോയിന്റെ ബുൾ റണ്ണിൽ നമുക്ക് altcoinsലൂടെയും ബിറ്റ്കോയിൻസിലൂടെയും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. So if you don't know why altcoin is traveling with Bitcoin, check out the video in the I button. ആ ഒരു 300 ദിവസം 500 ദിവസം ഗ്യാപ്പിനിടയിൽ ബിറ്റ്കോയിന്റെ പ്രൈസിലും അതുപോലെ അൾക്കോയിന്റെ പ്രൈസിലും മേജർ ആയിട്ടുള്ള കറക്ഷൻസും അതുപോലെ തന്നെ ഒരു റോളർ കോസ്റ്റർ റാലി കാണാൻ പറ്റും. ആൻഡ് ആഫ്റ്റർ ബുൾ റൺ, ബെയർ റണ്ണിൽ ഏകദേശം 70 to 80% ബിറ്റ്കോയിന്റെ പ്രൈസും ഏകദേശം 90% അൾക്കോയിന്റെ പ്രൈസും കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ബട്ട് ആ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ഔട്ട് ചെയ്യാതെ താഴത്തേക്ക് വരാതെ സസ്റ്റെയിൻ ചെയ്യുന്ന ആൾക്കോയിൻസ് അടുത്ത ബുൾ റണ്ണിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓൾ ടൈം ഹൈനേക്കാളും കൂടുതൽ പ്രൈസ് റേഞ്ചിലേക്ക് പമ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് വൈ ദ ബെയർ റൺ സർവൈവൽ ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ കേസ് ഓഫ് കോയിൻസ്. ബിറ്റ്കോയിൻ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനൊരു കൂളിംഗ് ഓഫ് അത്യാവശ്യമാണ്. ഈ കൂളിംഗ് ഓഫ് പീരീഡിൽ ബിറ്റ്കോയിന്റെ പ്രൈസ് വളരെ പതുക്കെ സഞ്ചരിക്കുന്നതായിട്ടും ഒരു ഹൈബർനേഷൻ പീരീഡിലേക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ടൈമിൽ ബിറ്റ്കോയിന്റെ കൂടെ സഞ്ചരിക്കേണ്ട ആൾകോയിൻസ് ബിറ്റ്കോയിനേക്കാളും പെർഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ 75% ഓഫ് ദ ആൾകോയിൻസ് വിൽ ഔട്ട് പെർഫോം ദ ബിറ്റ്കോയിൻ ഇസ് കോൾഡ് ആൾട്ട് സീസൺ. സോ നമ്മൾ കഴിഞ്ഞ ബുൾ റണ്ണിൽ ബിറ്റ്കോയിന്റെ കൂടെ സഞ്ചരിച്ച ആൾകോയിൻസ് ബിറ്റ്കോയിനേക്കാളും ഔട്ട് പെർഫോം ചെയ്തത് ഏകദേശം ഏപ്രിൽ മുതൽ ജൂൺ മാസം വരെയായിരുന്നു. ഇനി വരാൻ പോകുന്ന ബിറ്റ്കോയിന്റെ റാലിയുടെ കൂടെ അൾക്കോയിൻ സഞ്ചരിക്കുകയും അതിനുശേഷം ഏകദേശം ഒരു നവംബർ ഡിസംബറോട് കൂടിയിട്ട് ബിറ്റ്കോയിന്റെ പ്രൈസിൽ വീണ്ടും ഒരു കൂളിംഗ് ഓഫ് സ്റ്റാർട്ട് ചെയ്യുകയും thereafter we will see another alt season in this year. Probably by the November December നമുക്ക് പുതിയ ഒരു alt season കാണാൻ പറ്റും. alt സീസണിൽ അൾക്കോയിന്റെ പ്രൈസ് ലാർജ് ആയിട്ടുള്ള ഹൈക്കിലേക്ക് പോകുന്നതായിട്ട് കാണാം and that is the moment where we can make a lot of money. So currently Bitcoin is looking bearish on daily and ഇനി വരുന്ന ദിവസങ്ങളിൽ ബിറ്റ്കോയിന്റെ പ്രൈസ് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രൈസ് റേഞ്ചിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദ ബെയർ റൺ വിൽ സ്റ്റാർട്ട് വെരി സൂൺ. ബട്ട് ജൂലൈ ദിസ് മന്ത് ഇസ് വെരി സ്പെഷ്യൽ ഇൻ കേസ് ഓഫ് ബിറ്റ്കോയിൻ. ഞാൻ കഴിഞ്ഞ കുറേ ആഴ്ചകളായി പറയുന്ന പോലെ തന്നെ ജൂലൈ ഇസ് ഗോണ ബി എ ഹിസ്റ്റോറിക്കൽ മൊമെന്റ്. കറന്റ്ലി ബിറ്റ്കോയിൻ ലുക്സ് ബെയറിഷ് ഓൺ ഡെയിലി ടൈം ഫ്രെയിം. സോ ലാസ്റ്റ് ടൈം നടക്കേണ്ടതായിട്ടുള്ള ബ്രേക്ക് ഔട്ട് അതൊരു വീക്ക് ഔട്ട് ആയി മാറി. സോ ഐ വിൽ ഷോ യു ദ ചാർട്ട് ഇൻ INR ആൻഡ് USDT. ബിറ്റ്കോയിന്റെ നെക്സ്റ്റ് മൂവ് എങ്ങോട്ടേക്കാണ്, നിങ്ങൾ എവിടെയാണ് എൻ്റർ ആവേണ്ടത്, എവിടെയാണ് എക്സിറ്റ് ആവേണ്ടത്, വെൻ യു ഹാവ് ടു ഡു ദ ഇൻട്രാ ആൻഡ് സ്വിംഗ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ചാർട്ട്. ബിറ്റ്കോയിൻ INR പെയറിൽ വാസറെക്സിലെ ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്. ഇപ്പോഴത്തെ പ്രൈസ് 25,37,000 റുപ്പീസിന് അടുത്താണ്. സോ ലാസ്റ്റ് ടൈം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡബിൾ ബോട്ടം എന്ന് പറയുന്നത് ഇതായിരുന്നു. ആ ഒരു ഡബിൾ ബോട്ടം സപ്പോർട്ട് എടുക്കേണ്ടതായിട്ടുള്ള പ്രൈസ് 27 ലാഖിലായിരുന്നു. സോ ആ ഒരു സപ്പോർട്ട് കിട്ടാതെ വന്നപ്പോൾ ഒരു വീക്ക് ഔട്ട് താഴത്തേക്ക് സംഭവിച്ചു ആൻഡ് വി സോ ദ കറക്ഷൻ റൈറ്റ് നൗ. സോ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ബിക്കോസ് ദ 50 മൂവിംഗ് ആവറേജ് സ്റ്റിൽ ആക്ടിങ് ആസ് എ റെസിസ്റ്റൻസ്. ഒരു ലാർജ് വോളിയമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വന്നപ്പോഴാണ് ആ ഒരു വീക്ക് ഔട്ട്
ഔട്ട് സംഭവിച്ചത്. ആൻഡ് ദിസ് ഇസ് ഓക്കെ ബിക്കോസ് ദിസ് ഇസ് വാട്ട് സപ്പോസ് ടു ഹാപ്പൻ. സോ വെൻ യു ലുക്ക് അറ്റ് ദി ഹിസ്റ്ററി 50 മൂവിംഗ് ആവറേജ് ഒരു സ്ട്രോങ് സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദർ ഇറ്റ് ഇസ് ആക്ടിങ് ആസ് എ സപ്പോർട്ട്. ഓഫ് കോഴ്സ് ഹിയർ ഇറ്റ് ഇസ് ആക്ടിങ് ആസ് എ സ്ട്രോങ് സപ്പോർട്ട്. ഒരു നോർമൽ വീക്ക് ഔട്ട് ആയിരുന്നു. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ബിറ്റ്കോയിന്റെ കേസിൽ 50 മൂവിംഗ് ആവറേജ് ഒരു സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് 50 മൂവിംഗ് ആവറേജിന് താഴത്തേക്ക് ഇറങ്ങി സഞ്ചരിച്ചു. ആൻഡ് ദെൻ വി ആർ ലുക്കിംഗ് അറ്റ് അനദർ റെസിസ്റ്റീവ് ഏരിയ റൈറ്റ് നൗ ഹിയർ. സോ ഇനി സംഭവിക്കേണ്ടതായിട്ടുള്ള സെനാറിയോ എന്ന് പറയുന്നത് 50 മൂവിംഗ് ആവറേജ് ഷുഡ് ട്രാവൽ ഡൗൺ ലൈക്ക് ദിസ്. കാരണം ഇപ്പോഴത്തെ ഒരു മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ദ ബിറ്റ്കോയിൻ ക്യാൻ ബ്രേക്ക് ഔട്ട് ദ 50 മൂവിംഗ് ആവറേജ് ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ്. സോ ജൂലൈ ഇസ് ഗോണ ബി വെരി സ്പെഷ്യൽ മന്ത് ഇൻ കേസ് ഓഫ് ബിറ്റ്കോയിൻ. ഈ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചാൽ മാത്രമേ ബിറ്റ്കോയിന്റെ കേസിൽ ഇനി ഒരു ലാർജ് ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ. ഓൺ ദ ഡെയിലി ദിസ് ലുക്സ് സ്റ്റിൽ ബെയറിഷ്. കാരണം ഈ ഒരു 50 മൂവിംഗ് ആവറേജ് ബിറ്റ്കോയിന്റെ പ്രൈസിനെ താഴത്തേക്ക് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 21 ലാഖിലേക്കും ഒക്കെ ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ലെറ്റ് മി ടെൽ യു ദിസ്, ലെറ്റ് മി ക്ലിയർ ദിസ് ടു യു, ബിക്കോസ് ഈ പറയുന്ന പ്രൈസ് റേഞ്ചൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ ബിറ്റ്കോയിന്റെ ഓൾ ടൈം ഹൈ ഞാൻ നേരത്തെ സംസാരിച്ച പോലെ 1 crore 2 crore നിൽക്കണമെന്നില്ല. ഇറ്റ് വിൽ ഗോ ബിയോണ്ട് ദാറ്റ്. മിനിമം ഒരു 300K പമ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ദ മോർ ഇറ്റ് കറക്റ്റ് ദ ലാർജർ ഇറ്റ് വിൽ ഗോ. അതായത് എത്രത്തോളം കറക്റ്റ് ചെയ്യുന്നു, എത്രത്തോളം കൺസോൾട്ടേറ്റ് ചെയ്യുന്നു, അത്രത്തോളം പ്രൈസ് റേഞ്ചിൽ കയറാനുള്ള ചാൻസ് ബിറ്റ്കോയിന്റെ കേസിലുണ്ട്. ആൻഡ് ദാറ്റ് സെഡ്, ഇത് ഡെയിലി ടൈം ഫ്രെയിമിലെ സെനാറിയോ ആണ്. വി ഹാവ് ടു ലുക്ക് അറ്റ് ദ 4 hour ടൈം ഫ്രെയിം ടു. സോ 4 hourലെ ചാർട്ടിൽ ഇപ്പോഴത്തെ പ്രൈസ് 25,32,000 ആൻഡ് ദിസ് ലുക്സ് നോർമൽ ബിക്കോസ് 50 മൂവിംഗ് ആവറേജിന് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ കൂടി നൗ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് റെസിസ്റ്റൻസ് ഹിയർ ആൻഡ് ഇറ്റ് ക്യാൻ ബ്രേക്ക് ഔട്ട് ദ റെസിസ്റ്റൻസ് വെരി സൂൺ. 25,20,000 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ച് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഇഫ് യു സീ എ സപ്പോർട്ട് ടേക്കിംഗ് റൈറ്റ് നൗ അറ്റ് 25 lakh, നിങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രി പോയിന്റ് ഉണ്ട്. ഈ ഒരു എൻട്രിയിലേക്ക് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 27 lakhിലോ അല്ലെങ്കിൽ 27,50,000 കയറുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് വൺസ് വി ടേക്ക് ദ സപ്പോർട്ട് അറ്റ് 27 lakh, വീണ്ടും 28 lakhിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇൻ ദ 4 hour ടൈം ഫ്രെയിം ദിസ് ലുക്സ് ഓക്കെ, നോർമൽ ബട്ട് നോട്ട് ഗുഡ്. സോ വി നീഡ് ഹൈ വോളിയം, we need a larger pump അല്ലെ. ബിറ്റ്കോയിൻ USDT പെയറിലെ വാസറെക്സിലെ 1 day ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്. ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ച് 32,700 USDT ആൻഡ് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉള്ളത് 31,500ലാണ്. 31,500 ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്യുന്നതായിട്ട് കാണാം. 33,500 ബൗൺസ് ബാക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ആൻഡ് നമുക്കുള്ള ഏറ്റവും ലാർജസ്റ്റ് അല്ലെങ്കിൽ മേജർ റെസിസ്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 37,000 to 40,000 USDT ആണ്. ആ ഒരു ബ്രേക്ക് ഔട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മാർക്കറ്റിൽ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞാലാണ് ബിറ്റ്കോയിന്റെ ബുൾ റൺ കണ്ടിന്യൂ ചെയ്യുള്ളൂ. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം ഇത് കറക്റ്റ് ചെയ്യുന്നു അത്രത്തോളം മാർക്കറ്റ് പ്രൈസിൽ ഓൾ ടൈം ഹൈയിലേക്ക് കയറാൻ ബിറ്റ്കോയിന് സാധിക്കുന്നതായിരിക്കും. സോ ദ മോർ ഇറ്റ് കറക്റ്റ്സ് ദ ലാർജർ ദ മോർ ഇറ്റ് വിൽ ഗോ അപ്പ് ഫോർ ഷുവർ. സോ ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് എൻ്റർ ആവാൻ പറ്റുന്ന പ്രൈസ് എന്ന് പറയുന്നത് 31,000 മുകളിലേക്കാണ്. 31,000 മുകളിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ 33,000 നിങ്ങൾക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ബട്ട് പീപ്പിൾ ആർ വറീഡ് ബിക്കോസ് ബിറ്റ്കോയിന്റെ ബെയർ റൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നത് ഒരുപാട് പേർക്കുള്ള ഒരു വറിയാണ്. സോ ഐ വിൽ ടെൽ യു വൈ ആൻഡ് ഹൗ വി ക്യാൻ മേക്ക് മണി ഇൻ ദ ബെയർ റൺ. വാട്ട് ഗോസ് അപ്പ് ഷുഡ് കംസ് ഡൗൺ എന്ന് പറയുന്ന പോലെ എല്ലാ ബുൾ റണ്ണിന് ശേഷവും ഒരു ബെയർ റൺ അത്യാവശ്യമാണ്, അനിവാര്യമാണ്. ആൻഡ് ബുൾ റൺ എത്രത്തോളം ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ആൻഡ് ബെയർ റൺ വിൽ ലാസ്റ്റ് ഫോർ മൾട്ടിപ്പിൾ ഇയേഴ്സ്. ഏകദേശം 2 മുതൽ 3.5 വർഷം വരെ നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു സെനാറിയോ ആണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ പലരും പേടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഈ ബുൾ റണ്ണിൽ ഉണ്ടായിരിക്കുന്ന പ്രൈസ് എല്ലാം തന്നെ ബെയർ റണ്ണിൽ കറക്റ്റ് ചെയ്യും. കാരണം 70 to 91% കറക്ഷൻ ആൾക്കോൺസിൽ സംഭവിക്കുന്നതാണ്. സോ ഒരുപാട് പേര് വറീഡ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റ് ആണ്. ദേ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദി ബെയർ റൺ. ബുൾ റണ്ണിൽ പ്രൈസ് മുകളിലേക്കാണെങ്കിൽ ബെയർ റണ്ണിൽ പ്രൈസ് താഴത്തേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ലെറ്റ് മീ ടെൽ യു ദിസ് വെരി ക്ലിയർലി. കാരണം ബിറ്റ്കോയിന്റെ ബുൾ റണ്ണിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം നിങ്ങൾക്ക് ബെയർ റണ്ണിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഇസ് ട്രൂ ബിക്കോസ് നമ്മൾ കാണാൻ പോകുന്ന ഒരു റോളർ കോസ്റ്റർ ജേണിയിൽ ഡെഫിനറ്റ്ലി വി വിൽ സീ ലോട്ട് ഓഫ് എൻട്രി പോയിന്റ്സ്, എൻട്രി എക്സിറ്റ് ഈ രീതിയിലുള്ള ഒരു ഫ്ലോ നമുക്ക് കിട്ടുന്നതായിരിക്കും. So we can actually make more money in the bear run than we make in the bull run. So you guys don't have to be worried because when the giant Bitcoin hibernates, I will teach you how to make money in crypto. So if you love crypto and money, stay tuned. This is your Crypto Master signing off from now and I will be seeing you very soon. Godspeed.